ഹലോ പാത്തുസാം ബ്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വയനാട്ടിലെ കമ്പളക്കാട് കല്ലഞ്ചിറ അണക്കെട്ട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ അവിടെ നിന്നപ്പോൾ നല്ല കാറ്റും വെളിച്ചും മൈൻഡ് ഫുള്ളൊരു പീസ്ഫുൾ മൈൻഡായിരുന്നു. ഈ അണക്കെട്ടിൻ്റെ മേലഭാഗത്ത് രണ്ടാളെ താഴ്ചക്കുള്ള വെള്ളമുണ്ട്. അങ്ങോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. അവിടെ കുറേ പേര് നീന്തി കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ താഴെയായിരുന്നു. അവിടെയും കളിക്കാൻ നല്ല അടിപൊളിയായിരുന്നു. അവിടെ കുറേ നേരം ഞങ്ങൾ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. കാരണം നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു സണ്ണിൻ്റെ ഒക്കെ. അപ്പോൾ സൺകിസ്റ്റ് ഫോട്ടോസൊക്കെ കുറേ കിട്ടി. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ. അവിടെ നല്ല ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ല. ഈ അണക്കെട്ടിൻ്റെ പേര് കല്ലഞ്ചിറ അണക്കെട്ട് എന്നാണ്. ഇത് വയനാട്ടിലെ കമ്പളക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ ഇത് കമ്പളക്കാട് പറളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തടുത്താണ്. അപ്പോൾ ആർക്കെങ്കിലും മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എന്തായാലും വരണം. നല്ല അടിപൊളിയാണ് ഇവിടെ. കിച്ചുവാനും വെള്ളം കണ്ടപ്പോൾ തൊട്ട് അറുമാദിക്കൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ അത്ര അറുമാദിച്ചിട്ടൊന്നുമില്ല. ഞാൻ മുടിയൊന്നും നനച്ചിട്ടില്ല. കാരണം മുടിയൊക്കെ നനച്ചാൽ പിന്നെ അത് കഴുകി ഉണക്കിയൊക്കെ വരുമ്പോഴത്തേക്കും കുറേ ടൈമാവും. ഞാൻ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലോണം നനഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോലെ തന്നെ ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു വൈകുന്നേരം ആയപ്പോഴാണ് വന്നത്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ അധികം വെയിലൊന്നും ഇല്ലായിരുന്നു. ഇനി കൂടുതൽ ഞാനിങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ കളിച്ച് അറുമാദിച്ചൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുന്നേ കാക്കാനെ നനപ്പിച്ചപ്പോൾ എന്തോ മനസ്സിങ്ങനെ ഒരു സുഖം കിട്ടിയിട്ടുണ്ട്. പക്ഷെ തിരിച്ച് കിച്ചും അനു ഇന്നെ നനപ്പിക്കുന്നു. ആദ്യം ഞാൻ വെള്ളത്തിൽ ഇറങ്ങാത്ത എന്താ വെച്ചാൽ ഈ ഡ്രസ്സൊക്കെ തിരുമ്പിടണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ്. പിന്നെ ഇവരൊക്കെ കൂടി എന്നെ നനച്ചപ്പോൾ പിന്നെ ഞാൻ വെള്ളത്തിലിറങ്ങി കളിച്ചൊക്കെ ചെയ്ത്. സംഭവം ഞാൻ ഇങ്ങനെയൊന്നുമല്ല. എനിക്ക് ഈ വെള്ളത്തിലിറങ്ങി കളിക്കാനൊക്കെ നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. ഇങ്ങനെയൊന്നുമല്ല ഞാൻ കളിക്കുക. പിന്നെ ബാക്കിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും കളിക്കാത്തത്. ഇവിടെ നല്ല അടിപൊളി വയലേരിയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റി. ചില സമയത്ത് ഈ സൂര്യൻ്റെ സ്വഭാവം കണ്ടാൽ ദേഷ്യം പിടിക്കുമെങ്കിലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷവും ഓരോ സൗന്ദര്യമൊക്കെ നോക്കിയിരിക്കലേക്കും നമ്മൾ പിന്നെ വെള്ളത്തിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാമി പുരേന്ന് ഉണ്ണിയപ്പവും മുന്തിരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ച് ആ ഹോട്ടലിൽ തന്നെ തിരിച്ചു പോയി. പിന്നെ പോണ വഴിക്ക് മാമി പറഞ്ഞു ഇവിടെ ഒരു തൂക്കുപാലം കൂടി ഉണ്ട്, അതും കൂടി കണ്ടിട്ട് പോവാന്ന്. അപ്പോൾ നമ്മൾ ഈ തൂക്കുപാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെയും നല്ല ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ അതത്ര സേഫ് അല്ല. ഒരു സൈഡൊക്കെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെറുതെ ഇതിൻ്റെ അറ്റത്തുനിന്ന് വെറുതെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല. പിന്നെ ഇതാണ് ബാബുവേട്ടൻ്റെ ഓട്ടോയിലാണ് നമ്മൾ വന്നത്. ഇത് മാമിൻ്റെ അയൽവാസിയും കൂടിയാണ്. അവിടെ ചെന്നപ്പോഴും നല്ല അടിപൊളി സ്ഥലം തന്നെയായിരുന്നു. പിന്നെ വയലും പിന്നെ അതിൻ്റെ അപ്പുറത്ത് വാഴത്തോട്ടമൊക്കെ ആയിട്ട് ഒരു ചിത്രം വരച്ച മാതിരിയുള്ള ഒരു വൈബായിരുന്നു അവിടെ ചെന്നപ്പോൾ.
പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഈ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഇറ്റ്സ് മീ പാത്തൂസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.